ബാക്ക് ടു ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മച്ചിന്റെ കമ്മലുകൾ മാത്രമല്ലേ വീഡിയോ എടുക്കുന്നുള്ളൂ. ഞങ്ങളുടെ ഈ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ടാളും അവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ ഇവരെന്താ വീഡിയോ എടുക്കാനുള്ളതെന്ന് ചോദിച്ചാല് ഞാനൊരു 2 പില്ലോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചിട്ട് പറയാന്ന് വിചാരിച്ചു. അവരുടെ ആഗ്രഹം ഒന്ന് തീർത്തെടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഫൈഹമോളുടെ പില്ലോ ആണ് ഇത്. പക്ഷെ പാളിപ്പോയ ഒരു പില്ലോ ആണ്. കാരണം ഇതിന്റെ സൈസ് ഫോട്ടോയില് നല്ല വലുതായിട്ടുണ്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വാങ്ങിയപ്പോ ഇത് പില്ലോ ആയിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒരു ഷോയ്ക്ക് വെക്കാൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഇതൊക്കെ രസമുണ്ടെങ്കിലും മോനുകുട്ടനെയാണ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് എവിടെ വാങ്ങിയത്? ആമസോണിൽ തന്നെയാണ് 2 വാങ്ങിയിട്ടുണ്ടായിരുന്നത്. മോനുകുട്ടന്റെ പില്ലോ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മോനൊരു ആന പ്രേമിയാണെന്ന്. ഇത് പില്ലോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നൊന്നും വിചാരിക്കണ്ട. ഇത് കുഞ്ഞു കുട്ടികൾ കിടക്കുന്ന പില്ലോ ആണ്. പിന്നെ സൈസ് അനുസരിച്ച് നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ, ബുക്ക് ചെയ്യാൻ പറ്റും. ഇത് 3 to 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഒരു ടോയ് ആയിട്ടാണ്, പില്ലോ ആയിട്ടാണ് ഇത് വരുന്നത്. ഇതിന് 2-3 സൈസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇത് സിബ് ഉണ്ട് കേട്ടോ അതില്. അതുകൊണ്ട് ഇത് സ്റ്റഡി ആയിട്ട് ഇരിക്കോ നിൽക്കോ ഒന്നുമില്ല. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ തല വെച്ച് കിടക്കാനുള്ളതാണ്. ഇവൻ പില്ലോ ആയിട്ടൊന്നല്ല ഉപയോഗിക്കുന്നത്. ഇവൻ ജസ്റ്റ് കളിക്കാനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. കണ്ടോ, അതുകൊണ്ട് ഓടുന്നുണ്ടോ. ഫയോട്ടിയും പില്ലോ ആയിട്ട് ഉപയോഗിക്കാറൊന്നുമില്ല. ഫയോട്ടി മിക്കി മൗസിനെ കെട്ടിപ്പിടിച്ച് കിടക്കും. ഇത് സൈഡില് ഭംഗിക്ക് വേണ്ടി വെക്കുന്നു മാത്രം. എന്നാലും രണ്ടും അവളുടെ സൈഡിനെ വേണം അവൾക്ക്. പിന്നെ നമ്മുടെ ആനക്കുട്ടൻ ബെഡില് അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാനെടുത്ത് മാറ്റാറുണ്ട്. കാരണം ഈ ഒരു സൈസുള്ള ആന വെച്ചാൽ നമുക്ക് ഓൾറെഡി നമുക്ക് സ്ഥലമില്ല കിടക്കാന്. അപ്പോ ഇതും എടുത്ത് മാറ്റാറുണ്ട്. എന്നാലും അവൻ കിടന്നുറങ്ങും വരെ ഈ സംഭവം അവന്റെ അടുത്ത് വേണം. അപ്പൊ ആന പ്രേമിയായ കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റിയ നല്ലൊരു സംഭവം ഉണ്ട് ഇത്. അടിപൊളിയാണ്. പൈക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് വാശി പിടിക്കാറുണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ ഉറങ്ങിയിട്ട് കൊടുക്കാറൊക്കെ ഉണ്ട്. നല്ലൊരു സംഭവം കേട്ടോ. അതിന്റെ ക്ലോത്ത് ആണെങ്കിലും നല്ല സോഫ്റ്റ് ആണ്. രണ്ടിന്റെ ക്ലോത്തും ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. ഇത് സൈസ് കുറഞ്ഞെങ്കിലും അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല രസമുള്ള ക്ലോത്ത് തന്നെയാണ്. രണ്ടും സൈസ് കുറഞ്ഞതുകൊണ്ട് പില്ലോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല ഇത്. പക്ഷെ അത് സംഭവം പൊളിയാണ് കേട്ടോ. അപ്പൊ ഇത്രയുള്ള വീഡിയോ എന്തായാലും അവരെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുത്തു പോരെ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ കുട്ടികളുടെ പില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂടെ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു കാര്യം കൂടി, ഞാൻ കമന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കമന്റ് ബോക്സ് ഒന്ന് ഓഫ് ചെയ്തെന്ന് ആരും വിചാരിക്കരുത്. സത്യം പറഞ്ഞാൽ കുട്ടികളുള്ളത് കൊണ്ട് കമന്റ് ബോക്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോവുകയാണ്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് വന്നു പോകും കമന്റ് ചെയ്യാന്ന്. പക്ഷെ കമന്റ് ഓൺ ഉള്ളതിലെല്ലാം നിങ്ങൾ എല്ലാവരും കമന്റ് അറിയിക്കുക. അപ്പോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. കമന്റ് ഓൺ ആണെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. നമ്മൾ കുട്ടി ആനയും പില്ലോ ഒക്കെ ഇഷ്ടമെങ്കിൽ എന്താ പറയണ്ടേ. അപ്പൊ നിങ്ങൾക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.